അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചത്, നിങ്ങളൊരു ബൈസെക്ഷൽ പേഴ്സൺ ആണെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സാറിന് അതായിരുന്നു ആഗ്രഹമെങ്കിൽ സാറിന് അത് മുൻകൂട്ടി പറയാമായിരുന്നല്ലോ, എന്നെ പരിചയപ്പെട്ടപ്പോൾ പറയാമായിരുന്നു, ഞാൻ അതിൽ നോ പറഞ്ഞേനെ. നോ തന്നെയാണ് പറയുന്നത്. ഒരു മോഡലിംഗ് ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനൊരു ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ വന്ന നിന്നെ പുറത്ത് ഒരാൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി വെച്ചോ, അപ്പൊ അതിന്റെ ഹെഡായ പുള്ളിയുടെ എന്തിന് ഇവരെല്ലാം ഒരേ കോണ്ടാക്ട് ഇല്ല അവരോടൊന്നും. നമുക്കിത് ഇപ്പം ഞാനൊരു ട്രഡീഷണൽ ഷോ നടന്ന സമയത്ത് നമുക്കുണ്ടായ ജഡ്ജ്മെന്റ് ഫേക്ക് ആണെന്ന് ആ ഗ്രൂപ്പിനകത്ത് പറഞ്ഞ സമയത്ത് എൻ്റെ വോയിസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേ കുറച്ച് ആൺകുട്ടികളെ അങ്ങനെ പിടിക്കുന്നു, അതിൽ കൂടുതലും പെൺകുട്ടികളെ മാത്രം ടാലന്റ് ഉണ്ട്, കാലിബർ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾ ചിലര് അതിൽ വീണ് പോയേക്കാം. അങ്ങനെ വന്ന് എന്താ പറയാ, പിന്നെ അവന് ഉദ്ദേശിക്കുന്ന എന്താണോ അതിലോട്ട് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ചെയ്യുന്ന കമ്പനി ഉണ്ട്. അത് പറയുമ്പം ആർക്കറിയാം, കാണുന്നവനറിയാം അത് ഏത് കമ്പനിന്ന്. ഹായ് ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പോൾ എല്ലാവർക്കും സൂപ്പർമാൻ 007 ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോഡലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ മോഡലിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ മോഡലിംഗ് രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പറഞ്ഞു തരുന്നത് എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ മുൻ മോഡൽ കൂടെ ശിവനാണ്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന കുറച്ച് വൃത്തികെട്ട കാര്യങ്ങൾ പൊങ്ങി വന്നത്, അല്ലേ? അതുവരെ നമ്മൾ പണ്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ കരക്കമ്പി പോലെ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പല നടിമാരും ഇങ്ങനെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ഉള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലായി ജനങ്ങൾക്കെല്ലാം. അപ്പം സിനിമയുടെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി മോഡൽ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനേക്കാളും ഭയങ്കര ഭീകരമായ വെർഷനാണ് മോഡൽ ഇൻഡസ്ട്രി നടക്കുന്നത് ഇപ്പം, സത്യം പറഞ്ഞാൽ. കാരണം ആരും സർക്കാരിൻ്റെ ഇടപെടലുകളില്ല, ആർക്കും എന്തും ചെയ്യാം, കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലാണ് മോഡലിംഗ് ഇൻഡസ്ട്രി പോകുന്നത്. സോ നമ്മുടെ കൂടെ നിന്നുള്ള ശിവനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു 99% വരെ മോഡലാവാനായിട്ട് എല്ലാം കൊണ്ടും നോക്കിയിട്ട് 100 അടുത്തപ്പോഴത്തേക്കും ആ രംഗത്ത് നിന്ന് എന്തുകൊണ്ടോ അവൻ പിന്തിരിഞ്ഞ് നടക്കുകയുണ്ടായി. അത് എന്താണെന്നും എന്താണ് അവന് പറ്റിയെന്നും നമുക്ക് ചോദിക്കാം. എന്താണ് ഈ മോഡലിംഗിൽ നിന്ന് മാറാൻ കാരണം? ഇപ്പം ചെറുപ്പം തൊട്ടേ ആഗ്രഹമാണ് ഒരു മോഡലാകാൻ. ആരാണ് ഇൻസ്പയർ ചെയ്തത്? ഞാൻ മറ്റേ വിക്രം സാറിന്റെ ഐ സിനിമ ഇറങ്ങിയ സമയം തൊട്ടേ ഒരു മോഡലാകണമെന്നൊക്കെ പ്ലാൻ ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ തൊട്ടേ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്നു, ഈവനിങ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യും. ഇത് രണ്ടും കളരിപ്പായിട്ട് ഒരുപോലെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ മോഡലിംഗ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ഓരോ കമ്പനികൾ മുഖേന ചെയ്തു. ഒരു പെൺകുട്ടി മോഡൽ രംഗത്തേക്ക് കടന്നു വരുന്നു, അപ്പൊ അവൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സാധാരണ പെൺകുട്ടികളാണല്ലോ മോഡൽ രംഗത്ത് കുറെ. അതെ, അല്ല, പെൺകുട്ടികളും വരും ആൺകുട്ടികളും വരും മോഡലാകണമെന്നുള്ള ആഗ്രഹത്തിൽ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കാലിബറും ടാലൻ്റ് ഉള്ള എത്രയോ പേര് അത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ക്യാഷ്. കാരണം ഒരു ഷോ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ് അത്യാവശ്യം കയ്യിൽ വേണം. പിന്നെ ചിലപ്പോൾ അവിടെ നമ്മൾ ഇത്ര ക്യാഷൊക്കെ കറക്റ്റ് ചെയ്തപോലെ അവിടെ ചിലപ്പോൾ ഒരു എന്താ പറയുക പൊളിറ്റിക്സ് കാണും. അങ്ങനെ നമുക്ക് അർഹിക്കേണ്ട പ്രൈസ് നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ പറയാം, നമുക്ക് എന്തൊക്കെ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞാലും ചിലർ നമ്മളിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ജഡ്ജസ് ആകാം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഒരു ജഡ്ജാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്, അത് പുള്ളിയുടെ നല്ല കോൺടാക്റ്റാണ്. പുള്ളി ഒരു ബ്രദറിനെ പോലെ ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. പുള്ളി നമ്മുടെ ഇടയ്ക്ക് നിനക്ക് ഇത്ര ടാലൻ്റ് ഉണ്ട്, കാലിബർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഇന്ന ഷോസ് ചെയ്യണം, മിസ്റ്ററിൻ്റെ തലത്തിലോട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സ്പീച്ച് ഒന്നും കൂടെ സെറ്റാക്കണം, റെഡിയാക്കണം, ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് അത്രത്തോളം ലാംഗ്വേജ് അത്ര പിടിയില്ല. അതിന് വേണ്ടി ഞാൻ കുറേ നാൾ പരിശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പുള്ളി ഒരു രാത്രിയാകുമ്പം ഒരു ദിവസം രാത്രി പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ നമുക്കൊരു ഷോ ഉണ്ട്, അപ്പോൾ ഇന്നർ ഇട്ടുള്ള ഷോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, മോഡലിംഗ് ഇന്നർ ഇട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോസ് അപ്പോൾ ജിമ്മി ഇട്ട 1-2 ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് പിന്നെ പുള്ളി നമ്മളിടയ്ക്ക് ചോദിക്കുന്നത് ആ ഇന്നർ ഊരിയിട്ടുള്ള ഫോട്ടോയാ. അപ്പം ഞാൻ ഓൾറെഡി പുള്ളിയോട് ചോദിച്ചു, സാറേ ഞാൻ ചോദിച്ചു, സാറേ ഇന്നർ ഊരിയിട്ട് ഏത് ഷോയാ ഉള്ളത്? അങ്ങനെ ആരെങ്കിലും വാക്ക് ചെയ്യുമോ? റാമ്പിനകത്ത് വാക്ക് ചെയ്യുമോ? പുള്ളി അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, കുറച്ച് നേരം സൈലന്റാ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചത്, നിങ്ങളൊരു ബൈസെക്ഷൽ പേഴ്സൺ ആണെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സാറിന് അതായിരുന്നു ആഗ്രഹമെങ്കിൽ സാറിന് അത് മുൻകൂട്ടി പറയാമായിരുന്നല്ലോ, എന്നെ പരിചയപ്പെട്ടപ്പോൾ പറയാമായിരുന്നു, ഞാൻ അതിൽ നോ പറഞ്ഞേനെ. നോ തന്നെയാണ് പറയുന്നത്.
അപ്പോൾ സാർ ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് ഹോപ്പ് നൽകി നമുക്ക് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഹോപ്പ് മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും എത്തിച്ചിട്ട് സാർ ഇപ്പം ഈ ഒരു കാര്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ്. രംജിത്ത് തിരുവനന്തപുരംകാരനാണെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി പുള്ളീനെ സാറേ എന്നാണ് വിളിക്കുന്നത്. അല്ല, അത് ഞാൻ അങ്ങ് ശ്രദ്ധിച്ചില്ല. ഇടയ്ക്കൊക്കെ ഈ പുള്ളി ഇംഗ്ലീഷാണ് അധികം പറയാറ്. അപ്പം പക്ഷെ ഭയങ്കര മോട്ടിവേഷനാണ്. ആ ഒരു കാര്യം വന്നതോടുകൂടി പുള്ളിയോടുള്ള എല്ലാ റെസ്പെക്റ്റും. നിനക്ക് സത്യം പറഞ്ഞ നീ ഇങ്ങനെ മോഡലിംഗ് തിരിച്ചു നടക്കാനുള്ള കാരണം ഇതാണോ? അതെ, ഒന്ന് ഇപ്പം എൻ്റെ സത്യത്തിൽ എൻ്റെ പൈസ ഇല്ല. അപ്പം ഞാൻ ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പാർട്ട് ടൈം പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ശരി, പാർട്ട് ടൈം ജോബിന് പോയി, കാറ്ററിംഗ് സർവീസിന് പോയിട്ട് അവിടുന്ന് എക്സ്ട്രാ ടൈം എടുത്ത് നമ്മൾ പാത്രം വാഷ് ചെയ്യുന്നതിന് വരെ നമുക്ക് ക്യാഷ് എക്സ്ട്രാ കിട്ടും. അതിന് വരെ നിന്ന് അതിന് കിട്ടുന്ന പൈസയിലാണ് പിന്നെ ഞാൻ ജിം ട്രെയിനി ആയിട്ടും കൂടെ നിൽക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാറ്റി നിർത്തി മോഡലിങ്ങിന് വേണ്ടി, കാരണം ഷോ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പേജൻ ഷോ ആണെങ്കിൽ ചിലപ്പോൾ 6000 രൂപ 5000 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ നമുക്ക് ഫുഡ് മാത്രമേ അവിടെ നിന്ന് ചിലപ്പം കാണത്തുള്ളൂ. 2 നേരത്തെ താമസം വരെ നമ്മൾ നോക്കേണ്ടി വരും. മേക്കപ്പ് ഒക്കെ മോശപ്പെട്ട മേക്കപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. ചില കോസ്റ്റ്യൂംസ് നമ്മൾ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഒരു തവണ ഞാൻ ട്രഡീഷണൽ ഷോ, തിരുവനന്തപുരത്തൊരു ട്രഡീഷണൽ ഷോയിൽ ഞാൻ കളരിയായിരുന്നു അവിടെ ചെയ്തത്. കളരിക്ക് ഞാൻ തന്നെ കോസ്റ്റ്യൂം കറക്റ്റ് ചെയ്തു. കാരണം കളരിയുടെ കോസ്റ്റ്യൂം അവർക്ക് തരാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ തന്നെ കോസ്റ്റ്യൂം കറക്റ്റ് ചെയ്ത്, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ തന്നെ കറക്റ്റ് ചെയ്തു. കളരിക്ക് ആ കോസ്റ്റ്യൂം അവിടെ കാണത്തില്ല, അവരുടെ കെയർ ഓഫിൽ കാണത്തില്ല. പോയി ഞാൻ കളരി പ്രാക്ടീസ് സ്റ്റേജ് പെർഫോം ചെയ്തു. പക്ഷേ ട്രഡീഷണൽ ഷോയിൽ ഡിഫറൻറ്റ് പെർഫോം ചെയ്ത ഞാനും ഉണ്ട്, അങ്ങനെ 1-2 പേരും ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് കിട്ടിയില്ല. കിട്ടിയത് അവരോട്ട് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഒരു ആൾക്ക് തന്നെയാണ് കിട്ടിയത്. പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ ഇപ്പോൾ ട്രഡീഷണൽ റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ സ്മൈലാണ് മസ്റ്റായിട്ട് വേണ്ടത്. അങ്ങനെ സ്മൈൽ ഇല്ലാതെ ആറ്റിറ്റ്യൂഡായിട്ട് നടന്ന് ഇതിലിപ്പം വാക്കിംഗ് സ്മൈലുണ്ട്, ഓരോരുത്തർ വാക്കിംഗ് സ്റ്റൈലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പേജൻറ്റിലാണ് സ്പീച്ച് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ എല്ലാ കമ്പനികളെയും അല്ല ഉദ്ദേശിച്ച് പറയുന്നത്, ചില കമ്പനികളെയും ചില വ്യക്തികളെയും. അപ്പം മെയിനായിട്ട് ഈ ബൈസെക്ഷൽ ആയിട്ടുള്ളവന്മാരുണ്ട്, നേരിട്ട് വന്ന് നമ്മളൊക്കെ പറയത്തില്ല. ഇവന്മാർ ഇങ്ങനെ നമുക്ക് ഹോപ്പ് നൽകി. ഇവന്മാർക്ക് ഒന്നെങ്കിൽ മോഡലിൽ അവന്മാർ മിസ്റ്ററിന്റെ തലത്തിലൊക്കെ ഇറങ്ങിയവന്മാരായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ വന്നവന്മാരാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ അർജുൻ ഷോ ചെയ്യുന്നു, ഞാൻ അവിടുത്തെ ജഡ്ജാണ്. അപ്പോൾ എന്നോടുള്ള ഞാൻ അർജുനെ മോട്ടിവേറ്റ് ചെയ്യും. അർജുൻ നിനക്ക് എന്നൊരു ടാലൻ്റ് ഉണ്ട്, കാലിബർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ വിശ്വസിക്കത്തില്ലേ? ആ വിശ്വാസം മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നിനക്ക് എന്നോട് റെസ്പെക്റ്റ് ഉണ്ടാകും. അപ്പം ഞാൻ ഓൾറെഡി നീ അങ്ങനെ ഒരു വ്യക്തിയല്ല, പക്ഷേ ഞാൻ നിൻ്റെ അടുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിനക്കത് എത്രത്തോളം ഹേർട്ടാകും. ഇത് തന്നെയാണ് എനിക്കും ഉണ്ടായത്. ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ ഇറക്കാൻ ക്യാഷ് ഇല്ല. ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഇറക്കാൻ എൻ്റെ ക്യാഷ് ഇല്ല. രണ്ടാമത്തെ കാര്യം ഇറക്കിയിട്ടും കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആയി ഇവിടെ മെയിനായിട്ട് നടക്കുന്ന, അറിയിക്കുന്നതിന് പ്രൈസ് കൊടുക്കുന്ന പരിപാടിമാർ കാണിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ചോദിക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. ഏതാണ് സിനിമ ഉണ്ടല്ലേ, അതിനകത്തൊക്കെ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനൊരു ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ വന്ന നിന്നെ പുറത്ത് ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി വെച്ചോ, അപ്പൊ അതിന്റെ ഹെഡായ പുള്ളിയുടെ എന്തിന് ഇവരെല്ലാം ഒരേ കോണ്ടാക്ട് ഇല്ല അവരോടൊന്നും. നമുക്കിത് ഇപ്പം ഞാനൊരു ട്രഡീഷണൽ ഷോ നടന്ന സമയത്ത് നമുക്കുണ്ടായ ജഡ്ജ്മെന്റ് ഫേക്ക് ആണെന്ന് ആ ഗ്രൂപ്പിനകത്ത് പറഞ്ഞ സമയത്ത് എൻ്റെ വോയിസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ഇപ്പം അത് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്തളയും. ഇതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാല് ഇപ്പൊ കാശില്ലാത്തൊരു പയ്യനാണെങ്കിൽ അവൻ വലിയ ആഗ്രഹിച്ചു വരുമ്പോഴത്തേക്കും അവനെ മാനോളം പൊക്കുക. നീ ഒരു വലിയ സംഭവമാണ്, നീ അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അഡ്ജസ്റ്റ്മെന്റിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ മൈൻഡ് മാനിപ്പുലേഷൻ ആണ്. ക്യാഷ് ഇല്ലെങ്കിലും ഇപ്പം ബൈസെക്ഷൽ ആണെന്ന് അറിയാൻ തെറ്റല്ല, പക്ഷെ അതിന് താല്പര്യമില്ലാത്തവരെ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പം നല്ല എത്രത്തോളം ടാലന്റ് കാലിബറുള്ള ആണുങ്ങളുണ്ടെന്ന് അറിയാം. നമ്മൾ ഷോസ് ചെയ്യുന്നത് ഞാൻ തന്നെ പലരെയും കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ആ ഒരു പരിഗണന കിട്ടിയിട്ടില്ല. ഇവർ മെയിനായിട്ട് ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് മെയിനായിട്ട് വരുന്നത്. ചിലപ്പം 1-2 കമ്പനി സ്പോൺസർ ചെയ്യുമായിരിക്കും, 2-3 കമ്പനീസ്. അപ്പം നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, വളരെ എണ്ണം കുറവാണ്. മെയിനായിട്ട് പൈസ തന്നെയല്ലേ വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല പൈസ നമുക്ക് വേണം, അതല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകാനായിട്ട് ഏകദേശം നമുക്ക് പറ്റണം. പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. അത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ, അത് വിട്ട് കളിക്കാൻ പറ്റത്തില്ല.
ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കഷ്ടം വരുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടാകും. പക്ഷെ അവർക്ക് അവിടെ നിന്ന് വിട്ടുപോരാൻ നോക്കും. കാരണം വീട്ടുകാർ എന്താ അറിയും, വീട്ടുകാരെ കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമായ പേരുണ്ട്. നമ്മുടെ മെയിനായിട്ട് എന്താണെന്നറിയോ, ഇതിനകത്ത് ഇവര് ചോദിക്കുന്നവരുണ്ട്. അവരവരുടെ ആഗ്രഹത്തിന് അപ്പം തന്നെ ചോദിച്ചു, അവർ താല്പര്യമില്ലെന്ന് പറഞ്ഞു, ഓക്കെ, അത് അവിടെ നിന്നു. പക്ഷെ ഇതിലൊരു ഹോപ്പ് കൊടുത്തിട്ട്, ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് പിന്നീട് ഇത് പറഞ്ഞ പോലെ അതൊരു മാനിപ്പുലേഷൻ അല്ലേ? അതെ അതെ. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പൊ മോഡലിംഗ് ഇൻഡസ്ട്രിയിലൂടെ നമ്മൾ ഫെയിം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര നാളെടുക്കും നമ്മൾ നല്ല ഒരു മെയിൻ സ്ട്രീം, ഇപ്പൊ നമ്മള് ലാക്മേ അങ്ങനത്തെ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പോർട്ട്ഫോളിയോട്ട് വരാൻ ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് നല്ലൊരു ബ്രാൻഡ് ആകാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതിനും പൊളിറ്റിക്സ് ഉണ്ടോ? പിന്നെ ഞാനിപ്പം ഒരു തമിഴ്നാട് ഷോ ഒരു തവണ ചെയ്തതിൽ അവിടെ ട്രഡീഷണൽ റൗണ്ട് എന്ന് പറഞ്ഞ സിലമ്പാട്ടമായിരുന്നു. അപ്പൊ ഈ സിലമ്പാട്ടം ഞാൻ അവിടെ ചെയ്തായിരുന്നു. ഞാൻ മാത്രമേ സിലമ്പാട്ടം ചെയ്തോളൂ. അവിടെ നിന്നവരാരും സിലമ്പാട്ടം ഒന്നും ചെയ്തില്ല. സിലമ്പാട്ടം ഒന്നും ചെയ്തില്ല. ചെയ്യാതിരുന്ന സമയത്ത് എന്താ, എനിക്ക് ടോപ്പ് 5 പോലും ഞാൻ വന്നില്ല. ഞാനപ്പം അവര് പറയുന്നത് എന്താണെന്നറിയോ, മെയിനായിട്ട് ഈ രംജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ആ ഷോ ചെയ്യാനായിട്ട് പോയത്. എന്നിട്ട് ഞാൻ പുള്ളിയോട് വിളിച്ചു ചോദിച്ചു, സാർ എന്താണ് ഞാൻ ട്രഡീഷണൽ റൗണ്ടിൽ ഇത് ചെയ്തത്, വേറെ ആരും ഇത് ചെയ്തില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ടോപ്പ് 5 പോലും വരാൻ പറ്റാതിരുന്നത്? അപ്പം പറഞ്ഞു, ശിവ, അവിടെ അത് പൊളിറ്റിക്സ് ആണ് അവിടെ മെയിനായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഞാൻ ഇവിടെ നിന്ന് കാശും കളഞ്ഞ് മുടക്കി ഇത്രയും പോയിട്ട് ഒരു ചെറിയ ട്രോഫി പോലും കിട്ടാതെയാണ് ഞാൻ വന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ സംസ്ഥാനത്തും ഈ പ്രശ്നം തന്നെ. എല്ലാത്തിലും ഒരുപാട് തമിഴ്നാടല്ല, അപ്പൊ അവിടെ ഉള്ളവർക്ക് എല്ലാവരും പ്രൈവറ്റ് കൊടുക്കത്തുള്ളൂ. ഞാൻ ഈ പുള്ളിനെ വിശ്വസിച്ചാണ് അങ്ങോട്ട് പോയത്. ഇത് ചെയ്യാനായിട്ട് പുള്ളി തന്നെയാ. ടാലന്റിലൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായതാ. ഏകദേശം അതോടുകൂടിയൊക്കെ സ്റ്റോപ്പ് ആക്കി ഞാൻ. നോർമൽ കോൺടെസ്റ്റ് മാത്രം, അതോ മിസ് കേരള, മിസ് ഇന്ത്യ പോലത്തെ കോൺടെസ്റ്റിലും ഈ സംഭവം? അതിനിടെ നമുക്ക് മിസ്റ്റർ ഇന്ത്യ തലത്തിലോട്ട് കയറാൻ പറ്റിയ ഒരു കോമ്പറ്റീഷൻ അവിടെ നടന്നത്. നമുക്ക് ഗോവയിൽ ഒരു ഷോ ഒക്കെ ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന് ഇടപെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോ കമ്പനീസ് ഒക്കെ നടത്തുന്നല്ലേ. ഇത് ചിലര് ആരും ഇത് പരാതിപ്പെടേണ്ട ആവശ്യമില്ല, പരാതിപ്പെടുന്നുമില്ല. ഈ സ്ത്രീകളൊക്കെ പോകുമ്പോൾ അവരുടെ പേരൻസ് കാണത്തില്ലേ? ഇതിൽ ഞാൻ പറയട്ടെ, പേരൻസ് കാണുന്നവരുണ്ട്, അല്ലാതെ പോകുന്നുണ്ട്. ആദ്യമൊന്നും ഇവർക്ക് കുഴപ്പമില്ല. ഇത് ഒരു കമ്പനി, ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നത് തൽക്കാലം, ആ കമ്പനിയിൽ എനിക്ക് ഷോ ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ ഞാൻ ജസ്റ്റ് വിളിച്ചു ചോദിക്കും. ഇൻസ്റ്റയിലൊക്കെ നല്ല ഫോളോ ഒക്കെ ഉള്ള കമ്പനിയാണ്. വിളിച്ചു ചോദിച്ച സമയത്ത്, ചേട്ടാ സാറേ ഇന്നുപോലെ എനിക്കൊരു നിങ്ങളുടെ കമ്പനി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പം, ശിവനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ തന്റെ കൂട്ടത്തിലുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിനെ കാണാൻ നല്ല കാലിബറും ടാലന്റും ഉണ്ടല്ലോ. ശരിയാ ശരിയാ. ഇവൻ വിളിച്ച് ഇവന്റെ പെൺകുട്ടി പണം അഡ്ജസ്റ്റ്മെന്റ് മാമ, ഇത് മൂന്നും കൂടെ വേണം. അപ്പൊ 3 ടിക്കായി. അതാ സംഗതി. ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ ഇതാ ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞാൻ ചെയ്യാനായിട്ടാ ചോദിക്കുന്നത്, അല്ല എന്റെ കൂട്ടുകാരിയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ വിളിച്ചത്. എന്നിട്ട് ഞാൻ അവളുടെ പറഞ്ഞപ്പം ഇത് ഇതുപോലെയുള്ള മറ്റന്മാരാണ് എന്താണെന്നറിയോ, അതല്ല ഇപ്പൊ എന്താണെന്നറിയോ, എന്റെ കൂട്ടത്തിലുള്ള ഒരു എന്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരത്തിനെ കാണാൻ കൊള്ളാം. കണ്ടപ്പം അതിനു വേണ്ടി ചുമ്മാ അവൾക്ക് നല്ല ടാലന്റ്, ഒരു കാലിബർ ഉണ്ട്, നമ്മുടെ കമ്പനിയിൽ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിൽ സംസാരിക്കും. ഈ പാവപ്പെട്ട ഞാൻ വിളിച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ അടുത്ത് ചോദിക്കുന്നില്ല ഒന്നും. സത്യം പറഞ്ഞാൽ എന്ത് അവസ്ഥയിലാണല്ലേ മോഡലിംഗ് അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ അയാളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സാറേ എന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയല്ല വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോള് കട്ട് ചെയ്യാണ് ചെയ്തത്. ഒരു കാശുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാരും അല്ല ഞാൻ പറയുന്നത്, ചില അവന്മാർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കാശുണ്ട്, അവനൊരു കമ്പനി തുടങ്ങി, കുറച്ച് പെണ്ണുകുട്ടി എന്താ പറയാ, പൈസ നന്നായിട്ട് ഇറക്കുന്നവനാ. കുറച്ച് പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് വേറെ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതായിരിക്കും, ഇല്ലേ വലിയ പേജസ് ഒക്കെ തുടങ്ങി പൈസ കൊടുത്ത് ഫോളോവേഴ്സിനെയൊക്കെ ആക്കി തുടങ്ങിയതായിരിക്കും. അങ്ങനെ കുറച്ച് പെൺകുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തുന്നു, ഇല്ലേ കുറച്ച് ആൺകുട്ടികൾ അങ്ങനെ പിടിക്കുന്നു. അതിൽ കൂടുതലും പെൺകുട്ടികളെ മാത്രം ടാലന്റ് ഉണ്ട്, കാലിബർ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യുന്നത്. പാവപ്പെട്ട പെൺകുട്ടികൾ ചിലര് അതിൽ വീണ് പോയേക്കാം. അങ്ങനെ വന്ന് എന്താ പറയാ, പിന്നെ അവന് ഉദ്ദേശിക്കുന്ന എന്താണോ അതിലോട്ട് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ചെയ്യുന്ന കമ്പനി ഉണ്ട്. അത് പറയുമ്പം ആർക്കറിയാം, കാണുന്നവൻ്റെ അറിയാം അത് ഏത് കമ്പനിന്ന്. അത്യാവശ്യം അതിനകത്ത് നല്ല ഗേൾസ് ഉണ്ട്. മോഡലിംഗിന് പോകുന്ന പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ അറിയട്ടെ ഇങ്ങനത്തെ കമ്പനികളും ഉണ്ടെന്ന്. അതെ ഞാൻ ഞാനതാ പറയുന്നത്, എല്ലാരെയും കുറിച്ചല്ല പറയുന്നത്, എല്ലാ കമ്പനികളെയും എല്ലാ വ്യക്തികളെയും കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ചിലരെ
മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മോഡൽസോ ആരെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ട് പേടിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾ പറയത്തേ ഉള്ളൂ, നിങ്ങൾ മുന്നോട്ട് വരിക, മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ഇതിനെ പ്രതികരിക്കുക. കാരണം നിങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ ഇവന്മാർ ഇത് ആവർത്തിച്ച് ചിന്തിക്കും. കാര്യം ഒരാള് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവന്മാർക്ക് തലേ കയറാൻ തോന്നുന്നത്. സത്യം സത്യം. പണത്തിന്റെ പേരിലോ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലോ ആരും ഇനി മാറ്റി നിൽക്കാതിരിക്കട്ടെ, നിർത്താതിരിക്കട്ടെ ആരും. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.